റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. സ്കോട്ട്ലൻഡിലെ ഇൻവെർനസിലെ ഏറ്റവും വലിയ കെയർ ഹോമുകളിൽ ഒന്നായിട്ടുള്ള കാസിൽ ഹിൽ കെയർ ഹോമിലെ ദുരവസ്ഥകൾ രഹസ്യ ചിത്രീകരണത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. BBC റിപ്പോർട്ടർമാരിൽ ഒരാൾ ക്ലീനറായി 7 ആഴ്ച ജോലി ചെയ്തുകൊണ്ട് എടുത്ത ദൃശ്യങ്ങളിൽ വയോധികർ മണിക്കൂറുകളോളം മൂത്രത്തിലും നനഞ്ഞ വസ്ത്രങ്ങളിലും കിടക്കകളിലും ഇരിക്കുന്ന കാഴ്ചകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൂടാതെ സഹായം തേടി നിലവിളിക്കുന്നവരെ ആരും പരിഗണിക്കാത്തതും ദൃശ്യങ്ങളിലുണ്ട്. ചില രോഗികൾ ദിവസങ്ങളോളം കുളിക്കാതെയും ഭക്ഷണം എത്തിച്ചാലും അത് കഴിക്കാൻ കഴിയാതെ വിശന്നിരിക്കേണ്ടത് വരുന്നതുമായ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു. രോഗികളുടെ വ്യക്തിഗത പരിചരണത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചതായും കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതുമായ കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സ്ത്രീകളായ രോഗികളെ പുരുഷ ജീവനക്കാർ സ്വകാര്യ പരിചരണത്തിന് വിധേയരാക്കിയത് അവരെ മാനസികമായി തളർത്തിയ അവസരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പല അന്തേവാസികളും സ്വന്തം ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടും അത് ലംഘിക്കപ്പെടുകയായിരുന്നുവെന്ന കുടുംബങ്ങളുടെ ആരോപണം കൂടുതൽ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. ജീവനക്കാരുടെ കുറവ് കാരണം ചികിത്സാപരമായും വ്യക്തിപരമായും വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നതെന്ന് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇംഗ്ലണ്ടിലെ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർമാർക്ക് ഇനി രോഗനിർണയത്തിൽ വീഴ്ച സംഭവിക്കാതിരിക്കുവാനായി ജസ് റൂൾ എന്ന പുതിയ സുരക്ഷാ നയം നടപ്പിലാക്കുന്നു. ഒരാൾ രോഗലക്ഷണങ്ങൾക്ക് ആവർത്തിച്ച് ചികിത്സ തേടുകയും സ്ഥിതി വഷളാകുകയും ചെയ്യുന്നുവെങ്കിൽ GPകൾ പഴയ രോഗനിർണയം പുനഃപരിശോധിക്കേണ്ടതും ആവശ്യമെങ്കിൽ രോഗി വിദഗ്ധ ഡോക്ടർമാർക്ക് പരിഗണനയ്ക്ക് വിടേണ്ടതുമാണ് എന്നാണ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാന നിർദ്ദേശം. 2020 സ്റ്റീവനേജിൽ നിന്നുള്ള 27-കാരിയായ ജെസിക്ക ബ്രെഡി വയറുവേദന, ഛർദി, ഭാരം കുറയിൽ, ചുമ തുടങ്ങിയ ലക്ഷണങ്ങളുമായി 6 മാസത്തിലധികം GPകളെ സമീപിച്ചു. 20 തവണയ്ക്ക് മുകളിൽ ചികിത്സ കിട്ടിയിട്ടും അവരെ ലോങ് കോവിഡ് ബാധിച്ചെന്ന് തെറ്റായി വിലയിരുത്തുകയാണ് ഉണ്ടായത്. കോവിഡ് നിയന്ത്രണങ്ങളാൽ നേരിട്ടുള്ള പരിശോധനകൾ കിട്ടാത്തത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കി. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അഡിനോകാർസിനോമ കണ്ടെത്തിയത്. അതൊരു തരം ക്യാൻസറാണ്. എന്നാൽ രോഗനിർണയത്തിന് വെറും 3 ആഴ്ചയ്ക്കകം ഓക്സിജൻ ചികിത്സയിൽ കഴിവേ ജെസിക്ക അന്തരിച്ചു. ബ്രിട്ടനിൽ 5 വർഷം കഴിയുന്ന കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസ അനുമതി നൽകുന്ന നിലവിലെ സംവിധാനം റദ്ദാക്കുമെന്ന് റീഫോം UK പാർട്ടി പ്രഖ്യാപിച്ചു. പാർട്ടി നേതാവ് അവതരിപ്പിച്ച പദ്ധതി അനുസരിച്ച് കുടിയേറ്റക്കാർ ഓരോ 5 വർഷത്തിലൊരിക്കൽ കർശനമായ മാനദണ്ഡങ്ങളോടുകൂടി വിസ പുതുക്കലിന് അപേക്ഷിക്കേണ്ടി വരും. പുതിയ സംവിധാനത്തിൽ ഉയർന്ന ശമ്പളം, മാനദണ്ഡം, മെച്ചപ്പെട്ട ഇംഗ്ലീഷ് പരിജ്ഞാനം തുടങ്ങിയവ നിർബന്ധമായിരിക്കും. പാർട്ടി പറയുന്നത് പ്രകാരം ബ്രിട്ടീഷ് പൗരന്മാരല്ലാത്തവർക്ക് ക്ഷേമ പദ്ധതികൾ ലഭിക്കരുതെന്നും ഇതിലൂടെ £234 ബില്യൺ വരെ രാജ്യത്തിന് ലാഭമുണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ചാൻസലർ റേച്ചൽ റീവ്സ് ഈ കണക്കുകൾ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്നാണ് പ്രതികരിച്ചത്. നിലവിലെ സർക്കാർ തന്നെ കുടിയേറ്റക്കാരുടെ ക്ഷേമാവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും അവർ പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. സിംഗപ്പൂരിൽ സ്കൂബ ഡൈവിംഗിനിടെ മരിച്ച അസമീസ് ഗായകൻ സുബിൻ ഗാർഖിന് വിട നൽകി സംഗീത ലോകം. ഗുവാഹത്തിയിലെ സോണാപൂരിൽ നടന്ന സംസ്കാര ചടങ്ങിന് 10,000-ങ്ങളാണ് സാക്ഷിയായത്. അസമീസ് സർക്കാരിന്റെ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സുബിൻ ഗാർഖിന്റെ ഇളയ സഹോദരി പാൽമി ഭോർത്താഖൂർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. സംസ്കരണ സമയത്ത് സുബിൻ ഗാർഖിന്റെ മായാ ബിനി എന്ന പ്രശസ്തമായ ഗാനം ആലപിച്ചതോടെ ആരാധകരും വികാരഭരിതരായി. 10,000-ങ്ങളാണ് മായാ ബിനി സംസ്കാര സമയത്ത് പാടിയത്. അദ്ദേഹത്തിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. നടൻ വിജയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെற்றிക്കഴകത്തെക്കുറിച്ചോ പ്രതികരണങ്ങൾ നടത്തരുതെന്ന് വിലക്കി DMK നേതൃത്വം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് DMKയുടെ കർശന നിർദ്ദേശം. TVK-ക്കുറിച്ച് സംസാരിക്കരുതെന്ന് തങ്ങൾക്ക് നിർദ്ദേശമുണ്ടെന്ന് കൈത്തറി ടെക്സ്റ്റൈൽസ് മന്ത്രി R. ഗാന്ധി പറഞ്ഞു. അവർ തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുവെന്നും പക്ഷേ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അനുവാദമില്ല എന്നും ആയിരുന്നു ഗാന്ധിയുടെ പ്രതികരണം. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചാണ് നിൽക്കുന്നതെന്ന് തിരുവാരൂരിലെ യോഗത്തിൽ DMK പ്രിൻസിപ്പൽ സെക്രട്ടറി KN നെഹ്റു പറഞ്ഞിരുന്നു. ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്റ്റർ ചെയ്ത് വിറ്റഴിച്ചവരെ കണ്ടെത്തുവാനുള്ള ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടാണ് റെയ്ഡ്. ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് നടന്മാരുടെ വീടുകളിൽ കസ്റ്റംസ് എത്തിയത്. പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും ദുൽഖറിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലുമാണ് റെയ്ഡ്. പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് എത്തിയെങ്കിലും വാഹനങ്ങളൊന്നും കാണാത്തതിനാൽ മടങ്ങി. കൊച്ചി, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ 30 ഇടങ്ങളിൽ ഈ പരിശോധന നടക്കുന്നതായിട്ടാണ് വിവരം. ഓസ്ട്രേലിയ A ടീമിനെതിരായ 2ാം ടെസ്റ്റിന് തൊട്ടുമുമ്പ് ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ് ഇന്ത്യ ടീം A താരം ശ്രേയസ് അയ്യർ ടീം ക്യാപ്പ് വിട്ട അയ്യർ ചൊവ്വാഴ്ച തുടങ്ങിയ 2ാം ടെസ്റ്റിൽ കളിക്കുന്നില്ല. ശ്രേയസിന്റെ അഭാവത്തിൽ യുവതാരം ധ്രുവ് ജുറേലാണ് ടീമിനെ നയിക്കുന്നത്. മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ശ്രേയസ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞത്. ശ്രേയസ് അയ്യർ ടീം വിടാനുള്ള കാരണം എന്താണെന്ന് താരമോ BCCO പ്രതികരിച്ചിട്ടില്ല. വ്യക്തിപരമായ ചില കാരണങ്ങളാണ് ശ്രേയസ് അയ്യർ ലക്നൌവിലെ ടീം ക്യാമ്പ് വിട്ടെന്നാണ് ഔദ്യോഗികമായ വിവരം. ഇന്ത്യക്കെതിരായ മത്സരങ്ങളിൽ പാകിസ്ഥാനെ ജയിക്കുവാൻ വേണ്ടി PCB ചെയർമാൻ മെഹസിൻ നഖ്വിയും സൈനിക തലവൻ ജനറൽ അസീം മുനീറും പാഡ് ധരിച്ച് കളിക്കാൻ ഇറങ്ങേണ്ടി വരുമെന്ന് പാക് മുൻ ക്യാപ്റ്റൻ ഇമ്രാൻഖാന്റെ പരിഹാസം. ഏഷ്യാ കപ്പിലെ 2 മത്സരങ്ങളിലും പാകിസ്ഥാൻ ഇന്ത്യയുടെ തോൽവി വഴങ്ങിയ സാഹചര്യത്തിലാണ് ജയിലിലുള്ള പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ഇമ്രാൻഖാന്റെ പ്രതികരണം. ഇമ്രാന്റെ സഹോദരി അലീമ ഖാനാണ് താരത്തിന്റെ സന്ദേശം മാധ്യമങ്ങൾക്ക് കൈമാറിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.85 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.